കേരളത്തിലെ പ്രധാനപ്പെട്ട സരസ്വതി ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അറിവിൻ്റെയും കലയുടെയും അക്ഷരങ്ങളുടെയും വാക്കിൻ്റെയും കൂടി ദേവതയാകുന്നു സരസ്വതി. പരമാത്മാവിൻ്റെ ജ്ഞാനത്തിൻ്റെ സ്വരൂപമായ സരസ്വതിക്ക് നമ്മുടെ നാട്ടിൽ ആരാധന സാർവത്രികമായി ഉണ്ട്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. അതിപുരാതനമായ സരസ്വതി ക്ഷേത്രമായ ഇവിടെ പ്രധാന പ്രതിഷ്ഠയായി മഹാവിഷ്ണുവും കുടികൊള്ളുന്നു. മഹാവിഷ്ണുവിനെ തൊഴുതതിനു ശേഷമാണ് ഇവിടെ സരസ്വതിയെ തൊഴുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. വള്ളിക്കുടിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവി മൂകാംബിക തന്നെയാണ്. ഓലക്കുടയിൽ കുടിയിരുന്ന ദേവിയെ കാടിനകത്തു കിടന്ന ഒരു വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുകയായിരുന്നുവത്രേ. ആ വിഗ്രഹത്തെ പൂജ ചെയ്യുവാൻ തപശക്തിയുള്ളവർ ഇന്നില്ല. അതിനാൽ ദേവിയെ ആവാഹിച്ച് കിഴക്കോട്ട് ദർശനമായി ഇരുത്തണമെന്നും പടിഞ്ഞാറോട്ട് ദർശനമായി ഒരു അർച്ചനാബിംബം കൂടി സ്ഥാപിച്ച് പൂജാനിവേദ്യമെല്ലാം ആ ബിംബത്തിൽ അർപ്പിച്ചാൽ മതിയെന്നുമാണ് അരുളപ്പാടുണ്ടായത്. ദേവിയോടൊപ്പം ഇവിടെ യക്ഷിയമ്മയ്ക്കും പ്രാധാന്യമുണ്ട്. രണ്ടാമത്തേത് വടക്കും പറവൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം. പനച്ചിക്കാട് പോലെ തന്നെ കേരളത്തിൽ പ്രസിദ്ധമായ സരസ്വതി ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ ശ്രീ മൂകാംബിക ക്ഷേത്രം. വെള്ളവസ്ത്രമുടുത്ത് വെള്ളത്താമരയിലിരിക്കുന്ന സരസ്വതി ദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഇടതു കൈകളിൽ വെള്ളത്താമരയും ഗ്രന്ഥവും വലതു കൈകളിൽ അക്ഷരമാലയും വ്യാഖ്യാനമുദ്രയുമാണ് ദേവിക്കുള്ളത്. അടുത്തത് 1000 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രം തട്ടാരമ്പലം സരസ്വതി ക്ഷേത്രം. ഓടനാട് രാജാവ് പണികഴിപ്പിച്ചതായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സ്വർണ്ണ പണിക്കാരനാണ് ക്ഷേത്രം നിർമ്മിച്ചതത്രേ. ഉണ്ണുനീലി സന്ദേശത്തിൽ ഈ സ്ഥലത്തെക്കുറിച്ച് പ്രതിപാദ്യമുണ്ട്. മാവേലിക്കരയ്ക്കടുത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ജില്ലയിലെ വൈക്കം ഭാഗത്ത് ടി.വി. പുരം സ്വയംഭൂ സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഇവിടുത്തെ ദേവി ഹംസത്തിന്റെ പുറത്ത് ഇരിക്കുന്നതായാണ് പ്രതിഷ്ഠ. കൈകളിൽ വീണയും അക്ഷരമാലയും ഗ്രന്ഥവും അമൃതകുംഭവും പിടിച്ചിരിക്കുന്നു. വടക്കുംകൂർ മൂകാംബിക ക്ഷേത്രം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു സരസ്വതി ക്ഷേത്രമാണ് ഇത്. വീണാപാണിനിയായ സരസ്വതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മൂകാംബികയിൽ നിന്നും ദേവി ഇവിടെ വന്നതായാണ് പറയപ്പെടുന്നത്. എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനു സമീപം സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു സ്വയംഭൂ സരസ്വതി ക്ഷേത്രമാണ് ആവണംകോട് സരസ്വതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ വർഷത്തിലെ എല്ലാ ദിവസവും വിദ്യാരംഭം നടത്താറുണ്ട്. ആദി ശങ്കരാചാര്യർ വിദ്യാരംഭം കുറിച്ച ക്ഷേത്രമെന്ന നിലയിലും ഇത് അതീവ പ്രശസ്തമാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പോലെ എന്നും ഇവിടെ വിദ്യാരംഭം നടത്താം. യഥാർത്ഥത്തിൽ ദുർഗാദേവിയാണ് പ്രതിഷ്ഠയെങ്കിലും സരസ്വതി ഭാവത്തിലും ആരാധിക്കപ്പെടുന്നു. പത്മനാഭപുരം കൊട്ടാരത്തിനുള്ളിലെ ക്ഷേത്രമാണ് തേവർകെട്ട് സരസ്വതി ക്ഷേത്രം. ക്ഷേത്രത്തോടനുബന്ധിച്ച് നവരാത്രി മണ്ഡപവും സ്ഥിതി ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നവരാത്രി പൂജയ്ക്കായി സരസ്വതി ദേവി കൊട്ടാരത്തിൽ നിന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു.